നമസ്കാരം. വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോഴേ മുണ്ടക്കൈ ചുരൽമല ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. വെള്ളവും ചെളിയും പാറയും എല്ലാം. അന്ന് എല്ലാം മറന്ന് അവിടെ ഓടിയെത്തിയ ചില വാഹനങ്ങളുണ്ട്, ഓഫ് റോഡ് വാഹനങ്ങൾ. ആ വാഹനങ്ങൾ അന്ന് അവിടെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർ അവർ അന്ന് പറഞ്ഞു, ഞങ്ങളിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതൊക്കെ ഓക്കെ, ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി പട്ടാളക്കാരുടെ വണ്ടി പോലും കയറാത്ത സ്ഥലത്ത് പോലെ വണ്ടി കയറിപ്പോയത്. ഇതൊക്കെ ശരി. പക്ഷേ ഈ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ വണ്ടി ഏതാണെന്ന് അവർക്കറിയാം, ഞങ്ങളാരാന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തെരഞ്ഞു പിടിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഫൈന് തരുന്ന ഒരു പരിപാടി ഇവർ ചെയ്യും. അതാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് എന്ന് അന്ന് അവർ പറഞ്ഞിരുന്നു. ഏത് CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കണം. അന്ന് അവർ പറഞ്ഞത് അതേപടി പിന്നെ നടന്നു. പിന്നെ കണ്ടെടുത്ത് മുഴുവൻ ഒരു ബൈക്കായിക്കോട്ടെ, ജീപ്പ് ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, മുഴുവൻ അതൊരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു മഹാപാപം പോലെയാണ് നമ്മുടെ ഇന്ത്യ സർക്കാരും കേരള സർക്കാരും ഒക്കെ കാണുന്നത്. എന്നാൽ അവർ പൊതു റോഡിൽ ഓടിക്കണ്ട, മറ്റു ഭാഗങ്ങൾ ഓടിച്ചോട്ടെ, അവർ മോഡിഫിക്കേഷൻ നടത്തിക്കോട്ടെ, പെർമിറ്റോട് കൂടി അവർ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ, ഇത് ചുമന്നുകൊണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്നൊരു വിഷയമുള്ളൂ. കാരണം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് അവർ ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ. അത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലയിലും കാട്ടിലും പുഴയിലും ഓടിക്കാൻ വേണ്ടി ഒരു മോഡിഫൈ ചെയ്യുന്നു. അത് അവർക്കൊരു എന്റർടൈൻമെന്റ്. എന്തൂസിയാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു വിഭാഗത്തെ മുഴുവൻ തല്ലിക്കൊന്നേക്ക്. അതല്ലേ വേണ്ടത്. ഇതിപ്പോൾ ഇത് പറയാൻ കാരണം, ഇതിനു മുമ്പ് മീഡിയക്കാരോടും മറ്റുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പയ്യൻ പിന്നിൽ നിന്നിട്ട് നമ്മളെ മോഡിഫിക്കേഷന്റെ കാര്യം ഒന്ന് പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പം നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അതിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ കട്ടും പിടുത്തവും പിടിച്ചേക്കാണ്. കാര്യം ഈ മനുഷ്യന്മാരല്ല എന്നാ തോന്നുന്നത് ഈ സർക്കാർ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. കുറച്ചൊക്കെ ബോധവും മണ്ടയും തലച്ചോറും ഉള്ളതിനെയൊക്കെ ആക്കണ്ടേ. ഒരു പാസഞ്ചർ നോർമലി ഓടാൻ പാകത്തിനുള്ള വാഹനമാണ് അത് ഇറക്കിയിട്ടുള്ളത്. ഓഫ് റോഡ് വാഹനങ്ങൾ അതിനുള്ളതല്ല, അത് പാസഞ്ചർ വാഹനങ്ങളല്ല. അത് ഇതുപോലെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും എന്തൂസിയാസം പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതിനുള്ള വാഹനങ്ങൾ ഇവിടെ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ അതിനുള്ള വാഹനങ്ങൾ ഇല്ല. ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് ഇവിടെ ഉള്ളവരെല്ലാം പൊട്ടന്മാരായിട്ട് ഇങ്ങനെ നിന്നോണം. പക്ഷെ അതിലുള്ള ടാലന്റ് ഉള്ള, അതിന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുന്നു, ഇവരെ രീതി അനുസരിച്ച് നിയമവിരുദ്ധമായിട്ട് ഇവര് നിയമം അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് അത് നിയമവിരുദ്ധമായത്. അല്ലേ? മുമ്പ് സൈക്കിളിന്റെ പിൻസീറ്റിൽ ഇരുന്ന് പോകുന്നത് നിയമവിരുദ്ധമായിരുന്നു. അത് കാണുമ്പോൾ പോലീസുകാർ പിടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകുക, ഫൈനടയ്ക്കുക, ലോക്കപ്പിലിടുക, കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും സൈക്കിളിന്റെ പിന്നിലിരുന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ആരെങ്കിലും പിടിച്ചോണ്ട് അകത്തിടുക, അല്ലെ പോലീസ് പിടിക്കുക വല്ലതും ചെയ്യും? ഇല്ലല്ലോ. അതുപോലെ മുമ്പ് സൈക്കിൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു, റേഡിയോ ലൈസൻസ് വേണമായിരുന്നു, റേഡിയോ പെരൽ വെച്ച് പാടിക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. നിങ്ങൾ എത്ര പേർക്കുണ്ടോയെന്ന് അറിയില്ല. ഇന്ന് റേഡിയോയ്ക്ക് ലൈസൻസിന് വേണ്ട, TVക്ക് ലൈസൻസ് വേണ്ട, സൈക്കിളിന് ലൈസൻസിന് വേണ്ട. എന്തിന് ഇവിടെ മോട്ടോർ വാഹനങ്ങൾ പോലും, 2 വീലർ ലൈസൻസ് വേണ്ടാത്തത് ഇല്ലേ, അതുപോലും ഉണ്ട് പൊതുനിരത്തിൽ ഓടിക്കാൻ കഴിയുന്നത്. അപ്പോൾ നിയമം മാറുന്നതനുസരിച്ചിട്ട് അത് ബാക്കിയുള്ളത് മാറി വരും. ഇവിടെ നിയമം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അത് നിയമവിരുദ്ധം. ഓഫ് റോഡ് വാഹനങ്ങൾ അനുവദിക്കേണ്ടതാണ്. അത് ഓഫ് റോഡാണ്, അതിന്റെ പേര് തന്നെ ഓഫ് റോഡാണ്. അല്ലാതെ പൊതുനിരത്തിൽ ഹൈവേയിലൂടെ ചീറിപ്പായാനുള്ളതല്ല മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ലൈറ്റോ ലാമ്പോ എന്തെങ്കിലും ഒന്ന് വെച്ച് തുടങ്ങിയാൽ മറ്റുള്ളവരുടെ ഡ്രൈവിങ്ങിനോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ യാത്രയ്ക്കോ തടസ്സമല്ലാത്ത വിധത്തിൽ എന്തെങ്കിലും വെച്ചു പോയി കഴിഞ്ഞാൽ അത് അനുവദിക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ GSTക്ക് വാങ്ങിയ സാധനങ്ങൾ ഇവിടെ വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് വേണ്ട നോക്കണം. ഏതായാലും അത് മൊത്തം ഉടച്ചു വാർക്കണം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇവിടുത്തെ സഖാക്കളുടെ ഒരുതരം ക്യാപ്സ്യൂളുകളാണ്. കാലം മാറി, കോലവും മാറി, ഇപ്പൊ കേരളത്തിന്റെ ഭരണവും മാറി. VD സതീശൻ മുഖ്യമന്ത്രിയായി. അയാൾ ഈ പറഞ്ഞതുപോലെ ഒരു മോഡിഫിക്കേഷന്റെ കാര്യം ആലോചിച്ച് നിന്ന സമയത്ത് കേന്ദ്രം പറഞ്ഞതുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തത് കൊണ്ട് അതുമേ പിടിച്ച് തൂങ്ങിയിട്ട് അടുത്ത പരിപാടി നോക്കുകയാണ്. ഇവിടെ മോഡിഫിക്കേഷൻ പറ്റൂല, അത് പറ്റൂല, ഇത് പറ്റൂല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയയിലെ ഇടതുപക്ഷ സഖാക്കളുടെ ആ കട്ടിലിലെ ഇരിപ്പും ആ ക്യാപ്സൂൾ വിതരണവും മാത്രം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പിണറായി വിജയന്റെ കാലത്താണ് നടക്കുന്നതെന്ന് തോന്നും. അല്ല, അങ്ങനെയാണ് തോന്നുന്നത്. സ്വന്തം ഭരണകാലത്ത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയൊക്കെ ഫൈനടിച്ച് പിഴിയാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തി 5 വർഷം ആ ഗവേഷണം തുടർന്ന് പിരിച്ച് AI ക്യാമറ അടക്കം, AI ക്യാമറ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിവരവും ബോധമുള്ളവർ ഭരിക്കുന്ന നാടുകളിൽ അപ്പുറത്തൊരു ക്യാമറ വെക്കും, ഇപ്പുറത്തൊരു ഇൻഫർമേഷൻ ഉണ്ടാവും. അവിടെ ക്യാമറ ഉണ്ട്, മര്യാദയ്ക്ക് പൊയ്ക്കോ. ഇവിടെ അതല്ല. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. പൊന്നാനിയിൽ പണ്ട് റോഡുണ്ട്. ആ പൊന്നാനിയുടെ റോഡ് എനിക്കൊരു 50 കിലോമീറ്റർ കൂടുതൽ ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് 60 കിലോമീറ്റർ പോയതിന് എനിക്ക് ഫൈൻ വന്നു. സ്പീഡ് കൂടി എന്ന് പറഞ്ഞിട്ട് 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചതിന്. നാട്ടപ്പാതയ്ക്ക് 3-4 മണി സമയത്ത് 80 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അവിടെ ലെവൽ റോഡാ. പക്ഷെ അവിടെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ സ്ഥലത്ത് 50 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ പറ്റത്രേ. അവിടെ ഒരു ബോർഡ് അങ്ങനെ വെച്ചിട്ടില്ല. ഇനി 50 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ് എന്നോ, സ്പീഡ് ലിമിറ്റ് കഴിയുമ്പോൾ ഇവിടെ കഴിഞ്ഞു ഇനി 80-ൽ പോകാമെന്നോ അവിടെ എഴുതി വെച്ചിട്ടില്ല.
നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്താണ്? ഒരു 80-90, അതാണ് ഹൈവേയിലെ മാക്സിമം സ്പീഡ്. അപ്പോൾ ഒരു 80-ന് താഴെ പോയാൽ കുഴപ്പമില്ലെന്ന് കരുതിയിട്ട് ഒരു 75-70 അങ്ങനെ പോവാണ്. ആ പോക്ക് പോകുമ്പോഴാണ് 50-ന് മേലെ ഉണ്ടെന്ന് പറഞ്ഞ് ഫൈന് അടിച്ചു തന്നത്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഒളിച്ചു വെച്ചേക്കണേ ക്യാമറ. വേറെ നെയിം ബോർഡോ സൈൻ ബോർഡോ ഒന്നുമില്ല. ഇങ്ങനെ കൊള്ളയടിക്കുന്ന കുറെ കള്ളന്മാരായിരുന്നു ഭരിച്ചിരുന്നത് കഴിഞ്ഞ 10 വർഷം ഇവിടെ. ആ കള്ളന്മാരാണ് കയറി ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ഒരു സൺ ഫിലിം ഒട്ടിച്ചാൽ, ടയറിൽ കാറ്റ് കൂടിയാൽ, അങ്ങനെയൊക്കെ ഫൈൻ അടിച്ച ടീമുകളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സതീശൻ സർക്കാരിനെതിരെ റോഡിലെ നിയമങ്ങളുടെ പേരിൽ കുറ്റം പറഞ്ഞു നടക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ചയായിട്ടില്ല അവർ ഭരണത്തിൽ കയറിയിട്ട്. ഇപ്പോൾ വയനാട്ടിൽ നേരത്തെ കാര്യം പറഞ്ഞ പോലെ പ്രളയകാലത്ത് നാടിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചിട്ട് ഓടിയെത്തിയ ഓഫ് റോഡ് വണ്ടികൾ അന്ന് അവർ പറഞ്ഞതുപോലെ പിന്നെ വെള്ളം ഇറങ്ങിയപ്പോൾ തെരഞ്ഞു പിടിച്ചിട്ട് അതേ മോഡിഫിക്കേഷന്റെ പേരിൽ ലക്ഷങ്ങൾ ഫൈനടിച്ച നന്ദിയുള്ള ചരിത്രമാണ് ഈ കള്ളന്മാർക്കുള്ളത്. അന്ന് വണ്ടി ഭ്രാന്തന്മാരുടെ യുവാക്കളുടെ നെഞ്ചത്ത് അടിച്ചു കയറ്റിയുള്ള ഫൈനുകളുണ്ടല്ലോ, അത് ന്യായീകരിച്ച് മെഴുകിയവർ ഇന്ന് വണ്ടികളുടെ മോഡിഫിക്കേഷൻ ഓർത്തിട്ട് കണ്ണ് നനയ്ക്കുന്നത് കാണുമ്പോൾ, അവിടെ ഇരുന്ന് കണ്ണിലൂടെ മൂത്രം ഒഴിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നാണക്കേട് വരെയുണ്ട്. ഇവരൊക്കെ ഇത്രത്തോളമല്ലേ ഉള്ളൂ എന്ന് കരുതുമ്പോഴത്തേക്ക്. പക്ഷെ മോഡിഫിക്കേഷൻ കുറച്ചൊക്കെ നടന്നേനെ. കേന്ദ്രം ഇങ്ങനെ ഒരു നിയമം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അത് വി ഡി സതീശൻ പറയുന്നതിൽ ന്യായമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു നിയമം വരുമ്പോൾ അതനുസരിക്കേണ്ടത് കേരളത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നല്ലാതെ വിസിബിളായിട്ട് പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞ വാഗ്ദാനം അദ്ദേഹത്തിന് പാലിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് കണ്ണടച്ചു കഴിഞ്ഞാലും പുറത്തേക്ക് ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വിഷയമാണ്, ഒരു വല്ലാത്തൊരു വിഷയം തന്നെയാണ്. അത് നമ്മുടെ യൂത്തന്മാർ പരിഗണിച്ചേ പറ്റൂ. കാര്യം നിങ്ങൾ ജനിച്ചത് ഇന്ത്യയിലായിപ്പോയി. കാര്യം വിവരം കെട്ട കുറെ ഭരണകർത്താക്കളുടെ നാട്ടിലായിപ്പോയി. അവർക്കൊന്നും ഇവിടെയുള്ള ജനങ്ങളെ അറിയില്ല, അവരുടെ പൾസ് അറിയില്ല, നിയമം അറിയില്ല, എങ്ങനെ നിയമം നടത്തണമെന്ന് അറിയില്ല. ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ. പണ്ടത്തെ അവരുടെ ലൈൻ എന്ന് പറഞ്ഞാൽ വണ്ടികൾക്ക് ഫൈൻ അടിക്കുമ്പോൾ, അതുപോലെ ഖജനാവ് പൂട്ടുമ്പോൾ, അപ്പോഴൊക്കെ കേരളം പെട്ടെന്ന് ഇന്ത്യയുടെ ഭാഗം, ഒരു സെക്കൻഡ് കൊണ്ട് ഇന്ത്യയുടെ ഭാഗമാകും. അത് കേന്ദ്രം പറഞ്ഞിട്ടാണ് നമ്മൾ അടിക്കുന്നത്, ക്യാമറ ആയാലും ഏതായാലും. എന്നാൽ ആ 10 കൊല്ലം ഇവിടെ ഭരിച്ചിട്ട് കേരളത്തിലെ വണ്ടിപ്രേമികൾക്കായി എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നിയമം അനുകൂലമാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടൂല, വായം പൊട്ടി മിണ്ടാതിരിക്കും, മൗനമാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ CPM ഇവിടെ ഭരിച്ചപ്പോൾ ജനങ്ങളെ ക്യാമറ വെച്ച് പിഴിഞ്ഞതിന്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സതീശൻ സർക്കാരിന്റെ തലയിൽ പല കാര്യങ്ങളും കെട്ടിവെക്കാനും ആക്ഷേപിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭരണകാലത്തെ ആ ഭയനടിക്കൽ ഗവേഷണങ്ങൾ മറച്ചു വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ നടത്തുന്ന കൂട്ട നിലവിളിയും ആ കണ്ണിലൂടെ മൂത്രമൊഴിക്കുന്ന പരിപാടിയും കാണുമ്പോൾ ചിരിക്കാനല്ലാതെ പിന്നെ എന്തിനു വകയാണ് ഈ മലയാളിക്ക് കിട്ടാനുള്ളത്? Different angles. Don't forget to subscribe and support this channel.